ഡിസാസ്റ്റർ എന്ന് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്ത് നമ്മൾ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിലേക്ക് പോകും. അത് ഇൻട്രൊഡക്ഷൻ ഭാഗമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, ഉണ്ട്. നമ്മളപ്പോ എങ്ങനെയാണ് എന്താണ് ദുരന്തങ്ങൾ, അതിനെ പറ്റിയുള്ള ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അത് അങ്ങനെ തന്നെ എടുക്കണം, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇതുവരെ ഇല്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല മിസ്റ്റർ, തോന്നിയിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ ഓക്കെ സത്യസന്ധമായി പറയുന്നതാണ് വിചാരിച്ചു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആ ക്ലാസ് അങ്ങനെ തന്നെ എടുക്കും, അത് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടാണ് ടീച്ചർ ക്ലാസ് എടുത്തത്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് നോക്കി കഷ്ടപ്പെട്ടിട്ട് തന്നെ ക്ലാസ് എടുത്തു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കും, ഇവിടുത്തെ മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ ഓക്കെ പറയുന്നത് കൊണ്ടാണ്, ക്ലിയർ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് പിന്നെയും പോകുന്നത് അല്ലെ. ഞങ്ങൾ അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ബോറടിക്കാതിരിക്കാൻ. ഉറങ്ങുകയാണെന്ന് ചോദിക്കാറുണ്ട്, അപ്പൊ തന്നെ വിളിച്ചു നിർത്താറുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ എടുത്ത ഭാഗങ്ങൾ വായിപ്പിക്കാറുണ്ട്. മിണ്ടൂല്ല നിങ്ങൾ, പക്ഷെ എപ്പോഴും ഇന്ന് റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കുറെ പേരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഇതുവരെയും പോയിരുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ആൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ എന്താണ്, ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനത് കണ്ടു നോക്കി. എനിക്ക് എന്താണ് ആ കുട്ടി പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് എനിക്ക് പേഴ്സണലി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ആ കുട്ടി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം, എങ്കിലും ആയിക്കോട്ടെ, കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ ക്ലാസ്സിൽ തന്നെ പറയണം. നമ്മുടെ ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പറയണം കേട്ടോ. ടീച്ചർ അത് മനസ്സിലായില്ല എന്ന് ഇവിടെ വെച്ച് പറയണം, അല്ലാതെ നമ്മള് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ഞങ്ങളുടെ ജോലിനെ തന്നെ അത് ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. റിക്വസ്റ്റ് ആയിട്ട് തന്നെ ടീച്ചർ പറയുന്നതാണ്. നിങ്ങളും ഇവിടെ ജോലിക്ക് വരുന്നതാണ്, നിങ്ങളെ പഠിപ്പിക്കണമെന്ന് നല്ലൊരു ആത്മാർത്ഥതയോടെ തന്നെ ക്ലാസ്സിൽ കയറിയിരിക്കും. അത് ഇഷ്ടത്തോടുകൂടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചൂണ്ടിക്കാണിക്കാം, പറയാം. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു വേറെ രീതിയിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അങ്ങനെ ഒരിക്കലും അപ്പൊ തന്നെ പറയാലോ, അപ്പൊ തന്നെ പറഞ്ഞ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തു. നിങ്ങൾ ആരെയും പ്രശ്നിക്കാനോ എന്തിനും വേണ്ടി പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. മാമിന്റെ ക്ലാസ് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തുടക്കത്തില് എനിക്ക് മനസ്സിലാവാത്ത, പക്ഷെ പിന്നെ റെഡിയായി. ഇപ്പൊ കുഴപ്പമില്ല. ഫസ്റ്റിലത്തെ ഒരു 1-2 ക്ലാസ് എനിക്ക് അത്ര ഇതായിരുന്നില്ല, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പറഞ്ഞു പോണ ഒരു ഇതായി തോന്നിയിരുന്നു. പിന്നെ മാം അന്ന് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം ഒരു മാറ്റം വന്നത്, പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല ക്ലാസ്. മിസ് എടുക്കുന്ന ഭാഗം ആ സമയത്ത് മിസ് ഈ ഒരു തേർഡ് മൊഡ്യൂൾ വന്നപ്പോ തന്നെ മറ്റുള്ള ടീച്ചേഴ്സ് എടുക്കണാണെങ്കിൽ സോളി മാം എടുക്കുന്ന ഒരു എന്താ പറയാ, എന്തോ ഓരോരുത്തരെ ടീച്ചിങ് രീതി അതേപോലെ ആയിരിക്കും, എന്തോ ഒരു മനസ്സിലാവാത്ത രൂപമാണ്. പിന്നെ ഈ തേർഡ് മൊഡ്യൂൾ തന്നെ കുറച്ച് ടഫാണ്, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മനസ്സിലാവാത്തതെന്ന് ഞാൻ കരുതി. അത് തന്നെയാണ് സത്യം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡ്രൈ ഏരിയാസ് ആണ് എല്ലാം തന്നെ. ഒരു ചാപ്റ്റർ തന്നെ ഒരുപാട് പേജസ് ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ട് തന്നെ ക്ലാസ് ചെയ്യണം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഒരുപാട് നാളെ ഇവിടെ പഠിപ്പിക്കുന്നു, ഇതുവരെ എനിക്കൊരു എന്ത് നേരം ഒരു കംപ്ലൈൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എനിക്കത് ശരിക്കും ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. എവിടെയാണോ ഒരു ഡിഫക്റ്റ് എന്നുള്ളത് കാണിച്ചു തന്നിരുന്നെങ്കിൽ. പിന്നെ ചില സമയം നമ്മൾ പോർഷൻസ് എടുത്ത് തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഓക്കെ ഇത്രയും മതി എന്ന് ചില സമയം നിങ്ങൾ പറയാറുണ്ട്, മതി മിസ് എന്നുള്ളത് ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ചിലപ്പോൾ ഒരു 23 24 ആവുന്ന സമയത്ത് നമ്മൾ ലീവ് ചെയ്ത് പോവാറുണ്ട് അല്ലെ. അത് എടുത്തോളം ഭാഗങ്ങൾ എടുത്തിട്ട് തന്നെ പോകുള്ളൂ. അന്നത്തെ ദിവസം ഏത് എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. മാക്സിമം 1.5 പേജാണ് നമ്മളോട് പറയാറ് എടുക്കാനുള്ളത്. പിന്നെ പോർഷൻസിന്റെ ലെങ്ത്തൊക്കെ കൂടുതൽ ചിലപ്പോൾ നമ്മൾ എടുത്തു പോകും. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് തന്നെയാണ് ലീവ് ചെയ്ത് പോവാറ്. അപ്പൊ അതിൽ വളരെയധികം എന്താ പറയാ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പറയാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. റിക്വസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി. അല്ല മാം, ഞങ്ങൾ ക്ലാസ് കണ്ടോണ്ടിരുന്നിട്ടാണ്, ആ ക്ലാസ് മാത്രം കണ്ടിട്ട് പഠിക്കും കൂടെ ചെയ്യാതെയാണ് ഞാൻ എക്സാം എഴുതിയിട്ട് ആ ക്ലാസ് കണ്ട ഒരു ഇതിലാണ് എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലായില്ല വെച്ചാൽ പിന്നെ ഒന്നും എഴുതാൻ എനിക്ക് കഴിയില്ലല്ലോ.
എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയാണല്ലോ. കറക്റ്റ്. തീരെ ക്ലാസ് കണ്ടെങ്കിലേ എനിക്ക് എഴുതാൻ അതല്ല എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ് അതല്ല കണ്ടെങ്കിലേ നമ്മള് പറ്റത്തില്ല, അല്ലാതെ എനിക്കും അതല്ല അറിയത്തില്ല. ഒരു തവണ ക്ലാസ് മാമിന്റെ എടുക്കുമ്പോ ക്ലാസ്സും നമ്മുടെ കേട്ട് ക്ലാസ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കയറിയ കുട്ടികളുണ്ട്, നന്നായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മലയാളത്തിൽ മാക്സിമം ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്. അതേപോലെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഫുൾ ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാലും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നീട് നിങ്ങൾ തന്നെ ചോദിക്കൊന്നുകൂടി പറയണം. അപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലല്ലേ ക്ലാസ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പറയുന്നുള്ളൂ. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ് കുറച്ച് വൈഡ് റേഞ്ച് ആയിരിക്കും. ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞു, ഈ ക്ലാസ് ഇടയ്ക്ക് വെച്ച് കയറുന്ന ഒരു ചിലപ്പോൾ ജോഗ്രഫി ക്ലാസ് ആയിട്ട് തോന്നും ഡിസാസ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത്. കാരണം നമ്മൾ ഈ ദുരന്തങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ചുഴലിക്കാറ്റ് എന്താണ്, സോയിൽ റോഷൻ, ഇതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതങ്ങനെ എക്സ്ട്രാ ഞാൻ പെർമിഷൻ എടുത്തിട്ട് തന്നെ പറഞ്ഞത്. കയറുന്നവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് മനസ്സിലാവും. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കയറി ആരെങ്കിലും ആണോന്ന് എനിക്കറിയില്ല. എന്തായിക്കോട്ടെ, ഇപ്പൊ എനിക്ക് നിങ്ങള് റെഗുലർലി കയറുന്ന കുറച്ച് പേര് എനിക്ക് അറിയാം നന്നായിട്ട്. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോളൂ മനസ്സിലായില്ല എന്ന്. അപ്പൊ എത്ര വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു തന്നോളാം കേട്ടോ. ഓക്കെ, മിസ് എടുക്കുന്നത് അപ്പൊ വായിക്കൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് വായിക്കാറുണ്ട് മിസ്. അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല. പിന്നെ ക്ലിയർ ആവാത്തത് മിസ്സിനോട് ചോദിക്കുമ്പോൾ മിസ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല മിസ്. ഈ മലയാളം പറയുന്നത് ഒരു കണക്കിന് നല്ലതാണ്, കാരണം കിട്ടാത്ത വേർഡ്സിലൊക്കെ അടയാളപ്പെടുത്തി നോക്കുമ്പോ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ചാപ്റ്റർ എടുക്കാം. നിങ്ങൾക്ക് ആയിരിക്കും പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറോട് പറയാം. എന്തായാലും നമ്മുടെ ക്ലാസ് വരും. ഇങ്ങനെ തന്നെ അങ്ങനെ എടുത്താൽ മതി മിസ്സേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എന്താണ്, നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എന്തിനാണ് ഒരു ഡിസാസ്റ്റർ പ്ലാനിന്റെ ആവശ്യകത എന്നാണ് പറഞ്ഞത് അല്ലെ. ആവശ്യകത ഉണ്ടോ ശരിക്കും? ഇല്ലേ? പ്രിപ്പയർ ആയിരുന്നാൽ മാത്രമല്ലേ ഒരു എന്താ പറയാ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിന് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു എമർജൻസി പ്ലാൻ ഹോസ്പിറ്റൽ തയ്യാറാക്കിയിരിക്കണം. അത് മാത്രമല്ല, തയ്യാറാക്കുക മാത്രമല്ല, ആ ചെയ്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് അവരെന്ത് ചെയ്യണം? ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. അതിന് എല്ലാ സ്റ്റാഫുകൾക്കും പരിശീലനങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഹോസ്പിറ്റലിൽ അത്യാവശ്യമാണ്. ഓക്കെ, അവിടെ വരെ ഒക്കെയാണോ? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. അതായത് ദുരന്തത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫേസസ് ആണ് പ്രധാനമായിട്ടും ഡിസാസ്റ്റർ എന്നുള്ളത്. മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പിള്ളേരെ. ഉറങ്ങിയിട്ട് പോലുമില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. സത്യം നല്ല സങ്കടമുണ്ട്. എന്റെ ക്ലാസ് ഇതുവരെ മോശമാണെന്ന് ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ മോണ്ടിസോറി എടുക്കുന്നുണ്ട്, സൈക്കോളജി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ ഭയങ്കര സങ്കടം ഉണ്ടായിപ്പോയി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടത്തോടെ വന്നാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ശരിക്കും ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. എന്തേ തെറ്റ് വന്നിട്ടുണ്ട്. ഐ ആം റിയലി സോറി മാം. പറ്റില്ലടോ, അത് വിട്ടേക്കോ. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. എങ്കിലായിക്കോട്ടെ, എങ്കിലും കുഴപ്പമില്ല. മിസ്റ്റർ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണോ കുഴപ്പം പറഞ്ഞത്? അതെ, കഴിഞ്ഞ ഫ്രൈഡേയുടെ ക്ലാസ്സിനാണ് പ്രശ്നം പറഞ്ഞത്. ഓക്കെ, നമ്മളത് വിട്ടേക്കോ, സാരില്ല. ഇനി വരാതെ നോക്കുന്നതല്ലേ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടെ എങ്ങനെ വന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിക്കാൻ അത് വിട്ടേക്ക് മിസ്. മിസ് ഓക്കെ ആണോ? ശരി, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡിസാസ്റ്ററിന് 3 ഘട്ടങ്ങളുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ.
പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ദുരന്തത്തിന് 3 ഘട്ടങ്ങളുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്? പ്രീ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ദുരന്തത്തിന് മുൻപ് അല്ലെ? ദുരന്തത്തിന് മുൻപുള്ള ആ ഒരു ഘട്ടമാണ് എന്താ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്? ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ഫോർ എ ഡിസാസ്റ്റർ ഫിക്സ്. അപ്പൊ ഡിസാസ്റ്റർ പ്ലാൻ ഫേസിന് മുമ്പ്, ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ആദ്യത്തെ ഘട്ടമാണ് എന്ത്? പ്രീ ഡിസാസ്റ്റർ ഫേസ്. അതായത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഇവാലുവേറ്റ് ദ റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഫിക്സ്. അതായത് ആ ഒരു ദുരന്തത്തിൽ എന്തൊക്കെ റിസ്കുകൾ, എന്തൊക്കെ അപകട സാധ്യതകളുണ്ട്, ഏതൊക്കെ ആൾക്കാർക്ക്, ഏതൊക്കെ സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രത്യേക ട്രെയിനിങ്സ് കൊടുക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്കുകൾ അത് ഉൾപ്പെടുന്നുണ്ട്, ഏതൊക്കെ ആൾക്കാർക്ക്, ഏതൊക്കെ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് പ്രത്യേകം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. ഓക്കെ, അതായത് ഒരു ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടം. ഇനി അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസാസ്റ്റർ ഫേസ് ആണ്. when a disaster is developing. സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസാസ്റ്റർ ഫേസ്, ദുരന്ത ഘട്ടം അല്ലെ? ദുരന്ത ഘട്ടത്തിൽ എന്താണ്? when a disaster is developing. അതായത് ഒരു ദുരന്തം വികസിച്ച് വരുന്ന ഒരു ഘട്ടമാണെന്ന്, അല്ലെങ്കിൽ ദുരന്തം നടക്കുന്ന ആ ഘട്ടമാണെന്ന് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ അടുത്ത ഘട്ടമാണ്, മൂന്നാമത്തെ ഘട്ടമാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദുരന്തത്തിന് ശേഷം, ഡിസാസ്റ്റർ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ അല്ലെ? ദുരന്തത്തിന് ശേഷമുള്ള സമയം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടം, അപ്പൊ ഇത് ഓരോ ഘട്ടങ്ങളും ഓരോ ഫേസസും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ആദ്യത്തെ ഈ ഭാഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് നമ്മൾ പോകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, എങ്കിലും പറഞ്ഞുതരാം. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസ് നോക്കി, പ്രീ ഡിസാസ്റ്റർ ഫേസില് അവിടെ 3 പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അവിടെ 3 ഘട്ടങ്ങൾ വരുന്നുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസില് 3 ഘട്ടങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്ലാനിങ്, പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ, then staff education and training. Underline ചെയ്തതാട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസില് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തേത് പ്ലാനിങ്, സെക്കൻഡ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ, then third staff education and training. Okay. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിന് എക്സ്പ്ലനേഷൻ ഇല്ലാത്ത എന്താണെന്നോ? നീ നോക്കൂ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിന് എക്സ്പ്ലനേഷൻ ഉണ്ടാ? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ വരുന്നതൊക്കെ. സെക്യൂരിറ്റി, ട്രയേജ്, റെസ്പോൺസ് കോഡ്, ടാഗിങ്, സ്റ്റാർട്ട്, ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ് ഒക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. എക്സ്പ്ലനേഷനിലൂടെ പഠിപ്പിക്കും. ഓക്കെ, യെസ്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്ലാനിങ്. പ്ലാനിങ് പ്ലാനിങ് എന്താണ്? ആസൂത്രണം അല്ലെ? ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ and planning is performed in the pre-disaster phase. The hospital plans are prepared. Pre-disaster phase എന്താണ് ആദ്യം തയ്യാറാക്കേണ്ടത്? പ്ലാനിങ് ആണ് അല്ലെ? എന്ത് ചെയ്യണം, എന്ത് ഹോസ്പിറ്റലില് ആ പ്രീ ഡിസാസ്റ്റർ ഫേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോഗ്രാംസ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്, അതുമായി വ്യക്തമായ
വ്യക്തമായി എന്താണ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യണം, എന്തൊക്കെ ഡ്യൂട്ടീസ് ആരൊക്കെ അലോട്ട് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്ലാൻ ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ. ആദ്യം തന്നെ എന്താണ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഒരു ആസൂത്രണം തയ്യാറാക്കുന്നു, എങ്ങനെ ഇത് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്, പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, most of the evaluation and planning is performed in the pre-disaster phase. Hospital plans are prepared. ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ, സെക്കൻഡ്, preparation of return disaster manual. Preparation of return disaster manual. എന്താണ് ഒരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കുന്നത്? എന്താണ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എന്ന് പറഞ്ഞാല്? റിട്ടേൺ ഫോം, ഒരു റിട്ടേൺ മാനുവൽ അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എഴുതപ്പെട്ട ഒരു മാനുവൽ അല്ലെ. എഴുതി രേഖപ്പെടുത്തിയ ഒരു അതായത് ഡയറക്ഷൻസും നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിട്ടേൺ മാനുവൽ തയ്യാറാക്കപ്പെടുന്നു. ഹോസ്പിറ്റൽ ഒരു ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എന്ന് പറയും അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കപ്പെടും. Then hospital disaster plan has to be written down in a document form and copies of the same have to be available in all the areas of hospital. എന്താണ് ഈ തയ്യാറാക്കപ്പെട്ട റിട്ടേൺ മാനുവൽ അല്ലെ, അത് എന്ത് ചെയ്യുന്നു? അത് റിട്ടേൺ ഡൗൺ ഡോക്യുമെന്റ്സ് ആയിരിക്കും അല്ലെ. ആ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുന്നു? എല്ലാ അതിന്റെ കോപ്പീസ് എല്ലാം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അല്ലെ, വിതരണം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഈ ഡിസാസ്റ്റർ മാനുവലിനെ കുറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യപ്പെടുന്നത്? അതിന്റെ കോപ്പീസ് വിതരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എഴുതപ്പെട്ട മാനുവൽ രേഖ തയ്യാറാക്കപ്പെടുന്നു. അതിന്റെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് എന്ത് ചെയ്യപ്പെടുന്നു? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, യെസ്, പറഞ്ഞ പ്ലാനിങ്ങും പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവലും ക്ലിയർ ആണോ? എയും ബിയും നിങ്ങളൊന്ന് വായിച്ചു നോക്കി, എയും ബിയും ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ ഡിസാസ്റ്റർ ഫേസിലെ സി, സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡിസാസ്റ്റർ ഘട്ടത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? അതേ പ്ലാൻ തയ്യാറാക്കണം. അതൊക്കെയാണ് തയ്യാറാക്കിയ പ്ലാൻ എന്ത് ചെയ്യണം? നമ്മൾ അതൊരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ എഴുതപ്പെട്ട രേഖകളായിട്ട് അത് സമർപ്പിക്കണം അല്ലെ. അതൊരു ഡോക്യുമെന്റേഷൻ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യും? അത് ഓരോ കോപ്പീസ് വെച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും അത് വിതരണം ചെയ്യപ്പെടും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ പരിശീലനം നൽകുന്ന വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്നു. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഡിസാസ്റ്റർ മാനുവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് എന്താണ് പ്രത്യേകമായിട്ട് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുന്നു? പരിശീലനങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. യെസ്, it is very necessary for the staff to know about and get trained in using the hospital disaster or emergency manual. Regular staff training by the apt drills
should be performed in the space. It is very necessary for the staff to know about, get trained in using hospital disaster in emergency manner. അപ്പൊ ഹോസ്പിറ്റലിൽ എല്ലാ സ്റ്റാഫുകളും എന്താണ് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു പ്രത്യേകമായിട്ട് ട്രെയിനിങ്ങിന് എന്തായിരിക്കണം, റെഡി ആയിരിക്കണം അല്ലെ. നല്ല രീതിയിൽ അവർ ആ ട്രെയിനിങ് പരിശീലനം കിട്ടിയാൽ മാത്രമേ അവർക്ക് അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്റ്റ് ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദി സ്പേസ്. ഇനി റെഗുലർ സ്റ്റാഫുകൾക്ക് എന്താണ് മോക്ക് ഡ്രിൽസ് കൊടുക്കും. അതായത് ആപ്റ്റ് ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ അവരത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അത് റിയൽ ആയിട്ട് തന്നെ ചെയ്യാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും. പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ മോക്ക് ഡ്രിൽസ് അവർ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഉണ്ടാവില്ല, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് അപ്പൊ ഓരോ സ്റ്റാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എപ്പോ ഏതൊക്കെ സമയത്ത് എത്തിച്ചേരണം, ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ അവിടെ കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ഡ്രില്ല് പരിശീലനം കൊടുക്കും. നേരിട്ടുള്ള റിയൽ ഒരു പരിശീലനമാണ് ഡ്രിൽസ് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ ചെയ്ത പോലെ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് അങ്ങനെ ആർക്ക് കൊടുക്കുന്നത്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. Once the disaster plans get ready, the next stage would be the education and training of the staff of the hospital about the plan and specific roles of each staff member in the event of a disaster. ഇനി ഈ മോക്ക് ഡ്രിൽസിന് ശേഷം എന്താണ്, അവർക്ക് പ്രത്യേക രീതിയിൽ അടുത്ത സ്റ്റേജിലേക്ക് പ്രത്യേക രീതിയിൽ ഓരോ ഘട്ടം കഴിയുന്നതിനനുസരിച്ച് എന്താണ് അവർക്ക് പ്രത്യേക രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഓരോ ഘട്ടം ഓരോ സ്റ്റേജിലും വ്യത്യസ്ത രീതിയിലായിരിക്കണം അവർ പെർഫോം ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെ. അതായത് സ്പെസിഫിക്, അതായത് അവർക്ക് കൃത്യമായ രീതിയിൽ എന്ത് കൊടുക്കുന്നു, പരിശീലനം നൽകുന്നു. അതായത് ഏതൊക്കെ റോളുകളാണ് ഓരോ സ്റ്റാഫും കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേക പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, hospital about the plan and specific roles of each staff member in the event of a disaster. Okay, അപ്പൊ ഒരു ഇവന്റ് ഒരു ഡിസാസ്റ്റർ സമയത്ത് ഏതൊക്കെ സ്റ്റാഫുകൾ ഏതൊക്കെ റോളുകൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായ പരിശീലനങ്ങൾ ഓരോ സ്റ്റാഫിനും വ്യക്തമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, യെസ്. ഇപ്പൊ പറഞ്ഞ വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ കുട്ടികളെ, ഓക്കെ ശരി. Most of the existing categories of health staff are needed to play a major role in the disaster management. എന്താ ഇവിടെ പറയുന്നത്, മോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് സ്റ്റാഫ്. അതായത് ഹോസ്പിറ്റൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഓരോ കാറ്റഗറീസ് എന്താണ് ഓരോ ഹെൽത്ത് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് മേജർ റോൾസുകൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട റോൾസുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഏതൊക്കെ മേഖലകളിലായിരിക്കും, അപ്പൊ അത് ഒന്ന് പറയാൻ പറ്റുമോ? മേജർ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഏതൊക്കെയായിരിക്കാം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം? ഒന്ന് നമുക്ക് ഒന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. പിന്നെ എന്താണ്, കാഷ്വാലിറ്റിയില് കാഷ്വാലിറ്റീസ്, ദെൻ ICU അല്ലെ, ICU, ദെൻ ICU ഒരു മേജർ റോൾ. അതിന് OT, ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് ലേബർ റൂം പറയാൻ പറ്റില്ല അല്ലെ. ലേബർ റൂമിലും എന്താണ് ഡെഡ് ബാങ്ക്, NICU, എല്ലാ മേജർ അല്ലെ. എല്ലാ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഭാഗത്തുള്ള എല്ലാ സ്റ്റാഫുകളും എന്തായിരിക്കും, അവർക്ക് മേജർ റോളുകളായിരിക്കും കൈകാര്യം ചെയ്തു വരുന്നത്. ഓക്കെ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അല്ലെ, ഒരു ഡിസാസ്റ്ററിൽ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയുള്ള വുമൺ ആണ് ഡിസാസ്റ്ററിൽ പെടുകയാണെങ്കിൽ ആ കിട്ടുന്ന ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ അത്രയും പെട്ടെന്ന് എന്താണ്
ആദ്യം ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിനുശേഷം ആളെ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു അല്ലെ. ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആംബുലൻസ് സർവീസസിലെ ഡ്രൈവേഴ്സും മറ്റ് സ്റ്റാഫുകളും എന്താണ് മേജർ റോൾസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഏത് സമയത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന ടൈമില്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെസിഫിക് റോൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകാം. അതേപോലെ തന്നെ എന്താണ് മേജർ റോളുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടാകാം അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് പ്രത്യേക രീതിയിൽ തന്നെയായിരിക്കും പരിശീലനങ്ങൾ നൽകപ്പെടുന്നത്. ഓക്കെ, all of them require to be ready for the necessary managerial and technical skills for the effective and systematic management of the disasters. All of them require to be ready for the necessary managerial and technical skill. എന്താണ് അപ്പൊ ഈ മേജർ സ്റ്റാഫുകൾ ആയിക്കോട്ടെ സ്പെസിഫിക് സ്റ്റാഫുകൾ ആയിക്കോട്ടെ ഇവർക്ക് എന്താണ് ഒരു ടെക്നിക്കൽ സ്കിൽ ഉണ്ടായിരിക്കും അല്ലെ. ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം പ്രത്യേക രീതിയിൽ അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ രീതിയിലും എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടും എന്താണ് അവർക്കൊരു കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടൊരു എന്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കണം പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ പരിശീലനത്തിലൂടെ ആയിരിക്കും അവർ എന്ത് കാര്യം ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. ഓക്കെ, അവർ വളരെയധികം റെഡി ആയിരിക്കും ആ കാര്യം ചെയ്യാനായിട്ട്. കാരണം എന്താണ് അവർക്ക് വ്യക്തമായിട്ട് പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് അവർക്ക് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. An effective disaster drill has to be realistic, interactive, and moderately stressful for the participants. ഇവിടെ എന്താ പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ല് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഹൈപ്പോത്തറ്റിക്കൽ ഡ്രില്ല് എന്ന് പറഞ്ഞാല് ഒരു സാങ്കല്പികമായിട്ട് അല്ലെ ഡിസാസ്റ്റർ സംഭവിച്ചു. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞ എന്താണ് സാങ്കല്പികമായിട്ട്. അപ്പൊ ഡിസാസ്റ്റർ ഉണ്ടായെന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്താണ് അവരവിടെ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ അവർക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു പെർഫെക്റ്റ് ഹോസ്പിറ്റൽ റെസ്പോൺസ് ടു പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ. അപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സ്റ്റാഫുകൾക്ക് അതിൽ പ്രതികരിക്കാൻ സാധിക്കും, റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും എന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത് എന്ത് ഡ്രില്ലാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ട്രെയിനിങ്. അതായത് സാങ്കല്പികമായിട്ട് ഡിസാസ്റ്റർ, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യണേ ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിൽ ഏതൊക്കെ സ്റ്റാഫുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ട്രെയിനിങ് പരിശീലിക്കാൻ വേണ്ടിയിട്ട്. ഹൈപ്പോത്തറ്റിക്കൽ മീൻസ് സാങ്കല്പികം, ഇമാജിനറി ആയിട്ടൊരു ഒരു ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടായി. അപ്പൊ ഏതൊക്കെ സ്റ്റാഫുകൾ എന്തൊക്കെ ചെയ്യും അവർക്ക് ആദ്യമായിട്ട് അതിനുമായിട്ട് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. അല്ലെ ഒരു ട്രയൽ പോലെ, മനസ്സിലായോ? ട്രയൽ പോലെ കൊടുക്കൂലേ നമ്മള്. യെസ്, മനസ്സിലായില്ലേ പിള്ളേരെ? നമ്മൾ ഇങ്ങനെ ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത്? എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഡിസാസ്റ്റർ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫുകൾക്കും സ്പെസിഫിക് ആയിട്ട് എന്ത് കൊടുക്കുന്നത് ട്രെയിനിങ് പരിശീലനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ടു മാനേജ് ദ ഡിസാസ്റ്റർ ഈസ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അല്ലാതെ ഒരു ദിവസം ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒന്നും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി. ഓക്കെ, ഇനി an effective disaster drill has to be realistic, interactive and moderately stressful for the participants. അപ്പൊ
കൊടുക്കുന്ന ഡ്രില്ല് ഇപ്പൊ അത് സാങ്കല്പികമായിക്കോട്ടെ ഒരു ട്രയൽ ആയിക്കോട്ടെ എങ്കിലും അത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, എഫക്റ്റീവ് ഡിസാസ്റ്റർ ആയിട്ടായിരിക്കണം കൊടുക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, റിയലിസ്റ്റിക് ആയിരിക്കണം, ഇന്ററാക്റ്റീവ് ആയിരിക്കണം. ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ സ്റ്റാഫുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഏതൊക്കെ സ്റ്റാഫുകൾ അവിടെ പോകണം, എല്ലാവരും തമ്മിൽ എന്തൊക്കെ ആശയവിനിമയങ്ങൾ അവിടെ നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ, ആ ഒരു ഇന്ററാക്ഷൻ പരസ്പരം സ്റ്റാഫുകൾ തമ്മിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അത് എങ്ങനെയുള്ളതുമായിരിക്കും, മോഡറേറ്റ്ലി ഫ്ലെക്സിബിൾ അല്ലെ, ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം പോലെ തന്നെ അവർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം. ഇപ്പൊ നമ്മൾ വയനാട് വരുമ്പോൾ നമ്മൾ സമയത്ത് ഹോസ്പിറ്റലിൽ ഓരോ രോഗികളെ കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റാഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റൽ നഴ്സ്, ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫുകളൊക്കെ ഓടുന്ന കണ്ടിട്ടുണ്ട്. അത് ശരിക്കും അവര് അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മോക്ഡ്രിൽ അല്ലെങ്കിൽ ഒരു ട്രയൽ കൊടുക്കുമ്പോഴും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് തന്നെയായിരിക്കും അത് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കൂ. യെസ്, an effective disaster drill has to be realistic and interactive. ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ. ഈ മോക്ക് ഡ്രില്ലിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെ, എന്തുകൊണ്ടാണ് ഈ മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? Objective of mock drill is to access the emergency preparedness plan of the organization and scrutinize standard operation procedures so that concerned persons would perform their duties in an effective manner while keeping in a cognizance of life and property. അപ്പൊ ഒരു ഒബ്ജക്റ്റീവ് മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എമർജൻസി പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു എമർജൻസി പ്ലാനിന് കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു ഓർഗനൈസേഷന് വേണ്ടി വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്ത് പറഞ്ഞാൽ വളരെയധികം സൂക്ഷ്മമായിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ സൂക്ഷ്മമായിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ. എത്രയും നല്ല രീതിയിൽ നല്ല വെൽ പ്രിപ്പയർഡ് ആയി ആ ഡിസാസ്റ്റർ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ആ മോക്ക് ഡ്രിൽ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് കൺസേൺ പേഴ്സൺസ് വുഡ് പെർഫോം ദിയർ ഡ്യൂട്ടീസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് അവർ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം എഫക്റ്റീവ് മാനറിൽ അവരത് ചെയ്ത് ഓരോരുത്തരുടെയും ലൈഫിലും പ്രോപ്പർട്ടിയും സുരക്ഷിതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കപ്പെടുന്നത്. കൊഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നോളജ് എന്നുള്ള മീനിങ് ആണ് അറിവ്. എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ, എങ്കിൽ മാത്രം അവർക്ക് അത് എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ സേവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സ്റ്റാഫ് ആൻഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന ഭാഗം നിങ്ങൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് ഫുള്ളായിട്ട് വായിച്ചു നോക്കട്ടോ.
ഓക്കെ, അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ 3 ഘട്ടങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി എക്സ്പ്ലനേഷൻസ് തരുന്നില്ല, ഹെഡ് പോയിന്റ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. പ്ലാനിങ്, പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ ആൻഡ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതുവരെയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ബി ഇൻക്ലൂഡ്. അപ്പൊ നമ്മൾ മോക്ക് ഡ്രിൽസ് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇപ്പൊ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ റിയൽ ആയിട്ട് കാണിക്കുകയാണ്. റിയൽ ആയിട്ട് അവർക്ക് ഒരു പ്രാക്ടിക്കൽ സെഷൻ പോലെ എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്ക് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉൾപ്പെടുത്തുന്നു. എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ഡ്യൂട്ടീസ് ആരൊക്കെ ചെയ്യണം എന്നതുമായി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പരിശീലനം. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സാങ്കല്പിക പരിശീലനം. അപ്പൊ യെസ്, പ്രാക്ടിക്കൽ സെഷൻ അത്ര ഉദ്ദേശിച്ചാൽ മതി. ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ ചെയ്യാനായിട്ട് അവർക്ക് കുറച്ചും കൂടി എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടാണ് മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ അത് തന്നെയാണോ സാങ്കല്പികമായിട്ടുള്ള ഡിസാസ്റ്റർ ഡ്രില്ല്? ട്രയൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ട്രയൽ ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോകുന്നൊക്കെ പറയില്ലേ. സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായിട്ട് അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവമാണല്ലേ. അതിനെ നമ്മൾക്ക് വളരെ കെയർലെസ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. വളരെയധികം ശ്രദ്ധയോടെ ഭയങ്കര നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്ത് മാത്രം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും അത് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. കാരണം എല്ലാ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ് മോശമായിരിക്കും അല്ലെ. ഹ്യൂജ് ഓഫ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ആയിരിക്കും, ഒരു കൂട്ടം ഇൻസിഡൻസ് ആയിരിക്കും അവിടെ വന്നെടുക്കുന്നത്. എല്ലാവരിലും എന്തുണ്ടായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റാഫുകൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്, ഏതൊക്കെ ഏരിയാസിലാണ് സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ട് പരിശീലനവും ഒരു പ്രിപ്പയർഡ് ആവാനുള്ള രീതിയിൽ പ്രത്യേക പരിശീലനം കിട്ടേണ്ട കുറച്ച് മേഖലകളുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്? effective personal protection from falling debris. Effective personal protection from falling debris. എന്താണ് falling debris എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിൽ നിന്നുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആണ് അവിടെ പറയുന്നത്? falling debris എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? യെസ്, എന്തെങ്കിലും അപകട സാധ്യത, അതായത് പ്രത്യേകിച്ച് എന്താണ് വീഴുന്ന അവശിഷ്ടങ്ങൾ അല്ലെ, മുകളിൽ നിന്നൊക്കെ വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പേഷ്യൻസിന് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് എന്തെങ്കിലും ഇപ്പോൾ റൂഫുകളോ വാളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ വലിയ ബിൽഡിങ്സ് ഒക്കെ വീണിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് പേഷ്യൻസിന് നല്ല ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. ഹൈലി ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് എഫക്റ്റീവ് ആയിട്ട് വേണം അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകമായിട്ട് ഇങ്ങനെ falling debris പറ്റിയ പേഷ്യൻസ്. പിന്നെ നെക്സ്റ്റ് വരുന്ന എന്താണ്? prompt rescue of the wounded. prompt rescue of the wounded എന്താണ്? prompt rescue of the wounded എന്ന് പറഞ്ഞാല് പരിക്കേറ്റവരെ ഉടനെ തന്നെ എന്താണ് എന്താണ് രക്ഷിക്കുക. പരിക്കേറ്റവരെ ഉടനെ തന്നെ രക്ഷപ്പെടുത്തുക. ഓക്കെ, പരിക്കേറ്റവരെ ഉടനെ തന്നെ രക്ഷപ്പെടുത്തുക. അപ്പൊ അതിന് പ്രത്യേക പരിശീലനങ്ങൾ
സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ട്രയേജ് ഓഫ് ദ വുഡൻ. ട്രയേജ് ഓഫ് ദ വുഡൻ എന്താണ് ട്രയേജ് ഓഫ് ദ വുഡൻ എന്ന് പറഞ്ഞാല്? പരിക്കേറ്റവരുടെ ചികിത്സ അല്ലെ, പരിക്കേറ്റവരുടെ ചികിത്സ. ട്രയേജ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യും അല്ലെ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്, കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കുറഞ്ഞ പേഷ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെ പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ സിവിയറിറ്റി നോക്കിയിട്ട് അല്ലെ, കണ്ടീഷൻ അനുസരിച്ച് സിവിയറിറ്റി നോക്കിയിട്ട് എന്തെങ്കിലും പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ പരിക്കേറ്റവരെ എന്താണ്, പരിക്കേറ്റവരെ പ്രത്യേകമായിട്ട് ചികിത്സ കൊടുക്കുന്നതിനും എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബ്രൈസ്. എന്താണ്, വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഫലപ്രദമായിട്ടുള്ള വ്യക്തിഗത സംരക്ഷണം. എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ വീണ് കഴിഞ്ഞിട്ട് ശരീരത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് പ്രത്യേകമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കണം. അതിന് പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് എന്താണ്? പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുഡൻ. പരിക്കേറ്റവരെ ഉടൻ തന്നെ എന്താണ് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതാണ്. ട്രയേജ് ഓഫ് ദ വുഡൻ എന്താണ്? സിവിയറിറ്റി അനുസരിച്ച് എന്താണ് പേഷ്യൻസിന് നമ്മൾ എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ കൊടുക്കണം അല്ലെ. ഏത് കണ്ടീഷൻ ആണ്, ക്രിട്ടിക്കൽ ആണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ട കാറ്റഗറീസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അടുത്തത് എന്താണ്? റീസസിയേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജുവേർഡ് വിക്ടിംസ്. റീസസിയേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജുവേർഡ് വിക്ടിംസ്. അതെന്താണ് പറയുന്നത്? പരിക്കേറ്റവരെ നമുക്ക് എന്ത് കൊടുക്കണം എന്നാണ്? ഇൻജുവേർഡ് ആയിട്ടുള്ള വിക്ടിംസിന് പുനരുജ്ജീവനം അല്ലെ, അവരെ റീസസിക്കേറ്റ് ചെയ്യുക. അവർക്ക് വേണ്ട വൈദ്യസഹായം അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം? പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുക, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇൻജേർഡ് ആയിട്ടുള്ള വിക്ടിംസ് അല്ലെ, ഈ പരിക്കേറ്റ പേഷ്യൻസിന് എന്താണ് നമ്മള് ഫസ്റ്റ് എയ്ഡ് കൊടുത്തവർക്ക് എന്താണ് പുനരുജ്ജീവനം അല്ലെങ്കിൽ പരിക്കേറ്റവരെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ പുനരുത്തേജനം അവർക്ക് നൽകുക. യെസ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന മീനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഓക്കെ, 4 പോയിന്റ് മനസ്സിലായോ? ഇതുകൂടി പറയട്ടെ കേട്ടോ, ഇതുകൂടി പറഞ്ഞിട്ട് ചോദിക്കാം. അടുത്ത എന്താണ്? റിപ്പോസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസ്. റിപ്പോസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈ. റിലീഫ് സപ്ലൈ എന്തിന്റെയൊക്കെ സപ്ലൈസ് ആണ് അവിടെ ഉറപ്പുവരുത്തേണ്ടത്? സർജറിക്കൽ എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ മെഡിസിൻസ് ആൻഡ് ബ്ലാങ്കറ്റ്സ് അല്ലെ. റിലീഫ് സപ്ലൈ എന്ന് വെച്ചാൽ മറ്റെന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് അല്ലെ. സർജറിക്കൽ എക്യുപ്മെന്റ്സ് ആവശ്യമായി വരാം, എസെൻഷ്യൽ മെഡിസിൻസ് വരാം, ബ്ലാങ്കറ്റ്സുകൾ അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ. അപ്പൊ ഇതിന്റെയൊക്കെ എന്തായിരിക്കണം? കൃത്യമായിട്ടുള്ള സപ്ലൈസ് അല്ലെ, അതായത് ദുരിതാശ്വാസ സാമഗ്രികളുടെ കൃത്യമായിട്ടുള്ള എന്താണ് മുൻകരുതലുകൾ ഉണ്ടായിരിക്കണം അല്ലെ. ഇന്ന സാധനങ്ങൾ എവിടെയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകണം എന്നൊരു പ്രിപ്പയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം തന്നെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണയും എല്ലാ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. സർജറിക്കൽ എക്യുപ്മെന്റ്സ് എവിടെയാണ്, എസെൻഷ്യൽ മെഡിസിൻസും ബ്ലാങ്കറ്റ്സ് ഒക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെ പറ്റി കൃത്യമായ ധാരണ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ് എന്താണ്? താൽക്കാലിക ജലവിതരണം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. താൽക്കാലികമായിട്ട് ജലവിതരണം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വാട്ടർ സപ്ലൈസ് ആവശ്യമായി വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് വാട്ടർ സപ്ലൈസ് ജലവിതരണം ആവശ്യമായി വരുന്നത്? ഡിസാസ്റ്റർ സംഭവിച്ചു, ക്ലീനിങ്ങിന് മാത്രമാണോ? എല്ലാത്തിനും വാട്ടർ സപ്ലൈസ് ആവശ്യമായി വരുന്നല്ലേ. എന്താണ്? പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആയതുകൊണ്ട് തന്നെ എന്താണ് വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, ആൽക്കഹോള്, മറ്റെല്ലാ കാര്യത്തിനും എന്താണ് വെള്ളം ആവശ്യമായി വരുന്നത്. അപ്പൊ ആവശ്യത്തിനുള്ള എന്താണ് വാട്ടർ സപ്ലൈസ് താൽക്കാലികമായിട്ടെങ്കിലും എന്താണ് അത് ചുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. Allocation of responsibilities for different relief activities.
അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? അതായത് വിവിധ ദുരിതാശ്വാസ ചുമതലകൾ ഉണ്ടായില്ലേ, ഓരോരുത്തർക്കും എന്താണ് ഓരോ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ് ഓരോരുത്തർക്ക് എന്താണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെ സ്റ്റാഫുകൾക്ക് ഏതൊക്കെ ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എന്താണ് ഓരോ ഡ്യൂട്ടീസും അല്ലെങ്കിൽ റിലീഫ് ആക്ടിവിറ്റീസ്, അതായത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ അത് ആരൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം എന്താണ് കൃത്യമായ രീതിയിൽ അലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം എല്ലാ സ്റ്റാഫുകളും അവിടെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. അപ്പൊ പല പേഷ്യൻസിനെ പല രീതിയിലായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ചിലവരുടെ എന്താണ് ചിലർക്ക് അധികം അമിതമായ പരിക്ക് ലഭിച്ചിട്ടുണ്ടാവാം, ചിലവർക്ക് എന്താണ് നിസ്സാര പരിക്കുകളായിരിക്കും. അപ്പൊ ഓരോരുത്തരൊക്കെ പ്രത്യേക രീതിയിലായിരിക്കും അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ എന്താണ് കൃത്യമായ രീതിയിൽ എന്താണ് രക്ഷാപ്രവർത്തനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഓരോരോ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിനായിരിക്കും അത് വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് പറഞ്ഞു പിള്ളേരെ? Effective personal protection from falling device. Then prompt rescue of the wounded. Prompt rescue of the wounded. എന്താണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തുക. Then triage of the wounded. പരിക്കേറ്റവർക്ക് ഉടൻ തന്നെ എന്ത് കൊടുക്കണം? ചികിത്സ കൊടുക്കണം. സിവിയറിറ്റി നോക്കിയിട്ട് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുക. Then resuscitation ആണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജുർഡ് വിക്ടിംസ്. ഇൻജുർഡ് ആയിട്ടുള്ള വിക്ടിംസിന് എത്രയും പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകുക. പിന്നെ പൊസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസുകൾ കൃത്യമായിട്ട് എന്താണ് സപ്ലൈസിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? സർജറിക്കൽ എക്യുപ്മെന്റ്സുകൾ, എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ്സുകൾ എന്നിവ ഉണ്ടോ എന്നുള്ളത് അല്ലെ. ദുരിതാശ്വാസ സാമഗ്രികൾ കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു മുൻകരുതലുകൾ എടുത്തിരിക്കേണ്ടതാണ്. മാത്രമല്ല ഇതെല്ലാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുമായിട്ട് എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. താൽക്കാലികമായിട്ട് നമ്മൾ ജലവിതരണം സ്ഥാപിക്കേണ്ടതാണ്. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. ഓക്കെ. വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ചുമതലകൾ വിനിയോഗിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായ പിള്ളേരെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. 5 മിനിറ്റ് ഉണ്ട്, ചോദിക്കാം. പിള്ളേരെ വിളിക്കുന്നത് ഞാൻ സ്കൂളിൽ അങ്ങനെ വിളിച്ചു പോയതുകൊണ്ടാണ്, അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ വിളിച്ചു പോയതുകൊണ്ടാണെങ്കിൽ വിളിച്ചു പോകണതാണ്. എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ പിള്ളേരെ വിളിക്കുന്നതിനെ? യെസ്. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങള് സന്തോഷമുള്ളതുകൊണ്ട് ഇങ്ങനെ പറയണോട്ടാ. എന്താണ്? സരീഫ എന്നാണോ? യെസ്. കുറച്ചുകൂടെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കണ പോലെ തോന്നുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ വേറെ സംശയമൊന്നുമില്ലല്ലോ? വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഒരു ദുരന്തം ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എങ്ങനെയൊക്കെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ. ക്ലിയർ ആണ്? കഴിഞ്ഞ ക്ലാസ്സിലോ കുറെ ദിവസം മുന്നേ ഒരു ക്ലാസ്സിൽ ഏതൊരു കുട്ടി പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെവിടെ ഉണ്ടോന്ന് അറിയില്ല ക്ലാസ്സില്. ആരാണ് മാവത്?
ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്തോ അന്താക്ഷരിയോ എന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാട്ട് പാടി കളിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോ മിസ് വേറൊരു ദിവസം പാടാം, സമയമുള്ള ഒരു ദിവസം പറഞ്ഞാൽ മതി പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ അത്? മുഹമ്മദ് റഫി എന്ന് പറയുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഈ നമ്പറിൽ പഠിക്കാനിരിക്കുന്നത്? പെൺകുട്ടിയാണ്. ഓക്കെ, യെസ്. ഏത് കുട്ടിയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, ആളുടെ പേര് ഞാൻ മറന്നുപോയി. പെൺകുട്ടിയാണ്. പാട്ട് പാടാൻ പറഞ്ഞു. ആളുണ്ടാന്ന് ചോദിച്ചതാ. അത് ചിലപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് അറിയില്ല. മുഹമ്മദ് റാഫി ഗ്രേറ്റ് സിംഗർ ആണോ? അത് മുഹമ്മദ് റാഫി അല്ലേടോ? ഈ നമ്മുടെ ക്ലാസ്സിലുള്ള റാഫി ആണോ? ഓക്കെ ഓക്കെ, ഞാനൊരു പാട്ട് പാടിത്തരാം. എന്തായാലും ചോദിച്ചല്ലേ. മഹാശിവരാത്രി ആശംസകള്. ശിവരാത്രി ഞങ്ങൾ നാളെ നോയമ്പൊക്കെയാണ്, ശിവരാത്രി ബലിയിടണം. ഓക്കെ, ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും ഒരു പാട്ട് പാടാം. ഓക്കെ, താങ്ക് യു അനു. പഴയ പാട്ടാണ് കേട്ടോ, പഴയ പാട്ട് പാടാം. കുറച്ച് 2 ലൈൻ. നിങ്ങളുടെ സംശയമൊക്കെ തീർന്നിട്ടല്ലേ ചോദിക്കണത്? ഓക്കെ, പാടാം. യെസ്, പാടാം. കാവേരി തീരത്തും കാറ്റരുവിയോരത്തും ആരാരോ സ്വപ്നം കൊണ്ട് കളിച്ചുണ്ടാക്കി കുഞ്ഞിന്റെ ഓക്കെ, സൂപ്പർ ഒന്നല്ല എനിക്കറിയണം, വെറുതെ പാടിയില്ലേ. നമുക്ക് കൺവോക്കേഷൻ സെറമണിക്ക് പാടാം കേട്ടോ, അപ്പൊ നിങ്ങളും പാടാം. ഓക്കെ, താങ്ക് യു. ആയിക്കോളൂ. ശരി ശരി, താങ്ക്സ് കേട്ടോ. നീ വരുള്ളൂ കേട്ടോ. താങ്ക് യു അനു. എന്റെ കയ്യിൽ കുറെ പഴയ പാട്ടിന്റെ കളക്ഷൻസ് ഉണ്ട്. എല്ലാ ക്ലാസ്സിലും പാടാറുണ്ടോ? പിള്ളേര് പറയുമ്പോ എല്ലാ ക്ലാസ്സിലും പാടാറുണ്ട്. ഞാൻ ചോദിക്കുമ്പോ അതെന്നോടെങ്കിലും പാടും. അതെ, ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.